ഇന്നൊരു അവധി ദിവസമല്ല, അവധി കിട്ടിയ ദിവസമാണ്. അപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, കുറേ പെൻഡിങ് വർക്ക്. ഉച്ചയോടുകൂടിയാണ് ഇതൊക്കെ കഴിഞ്ഞ് വന്നതെങ്കിലും പിന്നെയും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും മൂഡും ഒക്കെ ഇങ്ങനെ ബാക്കി നിൽക്കും. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ച ആ മൂലഭാഗമില്ലേ, അവിടെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ ഒന്ന് കവർ ചെയ്ത് ഇൻഡോർ കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ കയ്യിലുള്ള 1-2 ചെടികളൊന്ന് വെച്ച്. ഈ മണി പ്ലാന്റ് ഇവനെ ഓർമ്മയുണ്ടോ? ഇതാണ് ഞാനൊന്ന് വഴിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വലിയ ഗുമ്മില്ലെന്നൊക്കെ പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടില്ലേ, അതിപ്പോൾ എന്തായാലും സെറ്റായി കേട്ടോ. പിന്നെ ഒരു 3 ഇൻഡോർ പ്ലാന്റ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കതിൻ്റെ പേര് കൃത്യമായിട്ട് അറിയത്തില്ല. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പേരറിയാമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. ഈ ബോട്ടിൽ ഞാൻ ഗ്ലാസ് പെയിന്റിനോട് വല്ലാത്തൊരു ആഗ്രഹം തോന്നിയപ്പോഴത്തേക്ക് തച്ചിനിരുന്ന് ചെയ്തെടുത്താണ് കേട്ടോ. ഇത്രയും ക്ലാസ് ആയിട്ടൊരായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വന്തമായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് തന്നെ വേണം പറയാനായിട്ട്. കൂട്ടത്തിലെ ഒരു പോട്ടിന് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഗ്ലാസ് ബോട്ടിൽ ഒന്ന് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കോർണർ ഇപ്പോൾ കാണാനായിട്ട് നല്ല എസ്തറ്റിക് ലുക്ക് ഉണ്ട്, അല്ലെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയുന്നതിലും നല്ലത് ഒരു ചേഞ്ച് കൊണ്ടുവന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ കേട്ടോ. ഗാർഡനിലെ എല്ലാ ചെടിച്ചട്ടിയും പെയിന്റ് അടിക്കേണ്ട സമയം എപ്പോഴും അതിക്രമിച്ചു. പെയിന്റും ബ്രഷും എല്ലാം ഉണ്ട്, സമയവും ആവശ്യത്തിനുണ്ട്. പക്ഷെ എനിക്ക് മൂടുള്ളപ്പോഴത്തേക്കാണെങ്കിലോ സമയവും. എല്ലാം കൂടി ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കാണല്ലോ ഒന്നും ചെയ്യാണ്ട് വരുന്നത്. ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഞാൻ കരുതി ഒരു 5 ചട്ടിയെങ്കിലും വെച്ചിട്ട് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് മുഴുവനും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 5 ചട്ടിയാണ് കേട്ടോ. രാവിലെ ഞാനിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടി എടുത്തിട്ട് ഡ്രസ്സാണ് കേട്ടോ. അത് ഞാൻ ചേഞ്ച് ചെയ്യാനൊന്നും നിന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആ ഒരു ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ആ ഒരു വൈബും ഒക്കെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ പെയിൻറ്റൊക്കെ ദേഹത്ത് വീഴത്തില്ല, ഡ്രസ്സിലാവത്തില്ല എന്നൊക്കെ വിചാരിച്ചാൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്യുന്നത്. അഥവാ ഇനി വീണാലും എൻ്റെ ഡ്രസ്സിൻ്റെ കളർ തന്നെയാണ് ആ പെയിൻറ്റിനും. ഈ കുയിലിൻ്റെ തൂവൽ പോലത്തെ ചെടി കണ്ടോ, അതാണ് ക്രിപ്റ്റാന്തസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് 170 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് കേട്ടോ. ചെറിയ പ്രായത്തിലേ ഞാൻ ഒത്തിരി വാശി പിടിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ കുഞ്ഞു ചട്ടിയും കലോ എനിക്ക് കഞ്ഞിയും കുട്ടാനും കളിക്കാനായിട്ട് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. അന്ന് എനിക്കത് വാങ്ങിച്ചു തന്നതായിട്ട് ഓർമ്മയില്ല. ഈ പ്രായത്തിലും എനിക്ക് ഇതിനോടുള്ള താല്പര്യമൊന്നും ഇതുവരെ കുറഞ്ഞിട്ടില്ല. ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്ക് വൈക്കത്ത് ബോട്ട് ജെട്ടിയുടെ അടുത്ത് വെച്ച് കണ്ടതാണ് കേട്ടോ. ഈ ഒരു 4 പീസ് സെറ്റിന് 150 രൂപയാണ്. അതും നമ്മുടെ ഗാർഡനിൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒരു കാപ്പി ഇടാം. എവരിഡേയുടെ പാൽപ്പൊടിയിൽ നെസ്കഫേയുടെ വൈറ്റ് ചോക്ക് മോക്ക, ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ച വെള്ളം എടുത്ത് ഒഴിക്കാം. 2-3 തവണ ആറ്റൂറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കപ്പ് കാപ്പി റെഡി. നെസ്കഫേയുടെ വൈറ്റ് ചോക്ക് മോക്ക അതെനിക്ക് ഹസ്ബൻഡ് കൊണ്ടു തന്നാണ്. അതൊരു പാക്കറ്റിന്റെ കൂടെ ഒരു ചെറിയ കവർ പാൽപ്പൊടിയോ കുറച്ച് പാലോ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കാപ്പി ഉണ്ടാക്കുന്നത് കേട്ടോ. ഉച്ചയ്ക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിരുന്നത് കൊണ്ട് വിശപ്പറിഞ്ഞതുമില്ല, ഭക്ഷണം കഴിച്ചതുമില്ലായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ടേസ്റ്റി ചിപ്സ് എന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഈ ഒരു പെപ്പർ ചിക്കൻ സാൻഡ്വിച്ച് ആണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ നോയമ്പ് എന്തായാലും എടുത്തിട്ടില്ല, അതുകൊണ്ട് ചിക്കനൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിൽ കഴിക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 2 കപ്പ് കാപ്പിയിൽ 1 കപ്പ് കാപ്പി അമ്മച്ചിക്കാണ്. 1 കപ്പ് കാപ്പിയും ഒരു സാൻഡ്വിച്ചും ഞാൻ എടുക്കും. ഒരെണ്ണം വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാം. അത് മിക്കവാറും ജോസൂട്ടിക്കായിരിക്കും. അടിപൊളി അടാറൊരു ഐറ്റം ആണ് ഈ ഒരു സാൻഡ്വിച്ച്. 55 പേരും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കൊച്ചു ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുതേ.